മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 16 അധ്യായം 19-31 തിരുവചനങ്ങൾ. നരകത്തിൽ കിടക്കുന്ന ഒരാത്മാവ് ദൈവിക പുരുഷനുമായിട്ടുള്ളൊരു സംവാദമാണ്. അബ്രഹാമിൻ്റെ മടിയിൽ ലാസറസ് നല്ല സുഖത്തോടെ ആയിരിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിൽ ധനവാനായിരുന്ന മനുഷ്യൻ അബ്രഹത്തോട് ഒരു ക്ഷമായാചന നടത്തുകയാണ്. ലാസറിനെ ഒന്ന് എൻ്റെ അടുക്കലേക്കൊന്ന് അയച്ച് അവൻ്റെ വിരൽത്തുമ്പ് ജലത്തിൽ മുക്കി എൻ്റെ നാവൊന്ന് തണുപ്പിക്കാനായിട്ട് അനുവദിക്കണം. വീണ്ടും പറയുകയാണ്. അവൻ പറയുന്നു, എൻ്റെ സഹോദരങ്ങൾ 5 പേര് ജീവിച്ചിരിപ്പുണ്ട്, അവരാരും ഈ നിത്യ നരകത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങിടയാക്കണം. അബ്രഹാം പറയുന്ന അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. ഇതൊരു വാഗ്വാദമാണ്. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്ന ഈ സാഹചര്യം, നമ്മൾ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നവരായി മാറുക. നമ്മുടെ സാഹചര്യം നമ്മൾ വീക്ഷിക്കുക. ശരീരം മുഴുവനും വ്രണം ബാധിച്ചു കിടന്നിരുന്ന ലാസറിനെ നോക്കാൻ ധനവാന് നേരം ഉണ്ടായിരുന്നില്ല. അവൻ അവൻ്റെതായ സുഷുപ്തിയിൽ കഴിയുകയായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി നോക്കിയപ്പോൾ താൻ അവഗണിക്കാൻ ഇടയാക്കിയ ലാസറസ് അബ്രഹാമിൻ്റെ മടിയിൽ സുഖത്തോടെ കഴിയുന്നു കാണുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ അഹങ്കരിക്കുവാനായിട്ട് നമുക്കെന്തുണ്ട്? ദൈവം തരുന്നതല്ലാതെ. ആകയാൽ ദൈവം തരുന്നതിനെല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മാവുകളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് അക്ഷീണം പരിശ്രമിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.